ധോണി എട്ടാമതായിട്ട് ഇറങ്ങിയത്, എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം? മതിയേറ്റും തല ഔട്ടായി 78-ന് 8. CSK ജയിക്കാൻ ചാൻസ് ഇല്ല. വളരെ മോശം. ധോണി കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണമായിരുന്നു. ഇത് ഏഴാമനായിട്ട് ധോണി ഇറങ്ങി. ധോണി ധോണിയാണ് ക്യാപ്റ്റൻ. 8 ഓവറിൽ ജയിക്കുന്ന ചെന്നൈ ജയിക്കും. അവസാനിപ്പിക്കാനായിട്ടില്ല. ഒരു കൊല്ലം കൂടി കളിക്കട്ടെ. 8 ഓവറിൽ നേരത്തെ വേറൊരാള് 8 ഓവറിൽ തീർക്കുന്നതാണ് അഭിപ്രായം. പവർ പ്ലേ. വരുൺ ചക്രവർത്തിയുടെ സൂപ്പർ ക്യാച്ചിലാണ് 9ാമത്തെ വിക്കറ്റ് കേട്ടോ. മിന്നൽ മുബ് ഇവിടെ സൈലന്റ് ആയിട്ട് സൈഡിലിരുന്ന് കാണുന്നുണ്ട്. അന്ന് സെഞ്ചുറി ആയിരുന്നു കേട്ടോ. 39 ബോളില് 113. അങ്ങനെ വെള്ളിയാഴ്ചത്തെ ഈവനിങ് മാച്ച് കഴിഞ്ഞ് ചായ കൂടി കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കളി കണ്ടിരിക്കുകയാണ്. ചെന്നൈ കൊൽക്കത്ത അല്ലേ, CSK KKR. ധോണി ക്യാപ്റ്റനായിട്ട് തിരിച്ചെത്തിയ കളിയാണ് കേട്ടോ. നമുക്ക് സ്കോർ ബോർഡിലേക്ക് പോവാം. സ്കോർ 78-ന് 8. ക്യാപ്റ്റൻ ധോണി ഔട്ടായി കഴിഞ്ഞു. 8 വിക്കറ്റ് പോയി. ധോണി ക്യാപ്റ്റനായി തിരിച്ചത് ആദ്യ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നു. 78 സ്കോർ, 8 വിക്കറ്റ് നഷ്ടമായി. CSK ജയിക്കാൻ ചാൻസ് ഇല്ല. വളരെ മോശം. ധോണി കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണമായിരുന്നു. ഇത് ഏഴാമനായിട്ട് ധോണി ഇറങ്ങി ഉടനെ ഔട്ടാവും ചെയ്തു. അതുപോലെ പക്ഷെ ക്യാപ്റ്റൻ ധോണി ആവുമ്പോ എത്ര ചെറിയ സ്കോറാണെങ്കിലും ചാൻസ് ഇല്ല. ചെന്നൈക്ക് ചാൻസ് ഇല്ല. അഫ്സലിന്റെ അഭിപ്രായം എന്താ? ചെന്നൈ ചെറിയ സ്കോർ ഡിഫെൻഡ് ചെയ്യോ? KKR ധോണിയാണ് ക്യാപ്റ്റൻ. 8 ഓവറിൽ ജയിക്കുന്ന ആദ്യ ഇന്നിങ്സ് അവസാനിച്ചിട്ടില്ല കേട്ടോ. ഇനി 3 ഓവർ കൂടി ഉണ്ട്. ജെറിൻ UAE ടെന്നീസ് ക്രിക്കറ്റിലെ അധികായൻ ജെറിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം പറയട്ടോ. അതാ വേറെ ടീം ഇവിടെ ഇരിക്കുന്നുണ്ട്. ധോണി ക്യാപ്റ്റനായിട്ട് ആദ്യ മത്സരമാണ് ചെന്നൈ KKR മത്സരം. നിങ്ങൾ കളി കണ്ടിരുന്നോ? കണ്ടുകൊണ്ടിരിക്കുകയാണ്. 78-ന് 8 വിക്കറ്റ്. ധോണി 8ാമതായിട്ട് ഇറങ്ങിയത്, എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം? മതിയേറ്റും അമ്പക്കിന്റെ അഭിപ്രായമാണ് ധോണിയോട് നിർത്തി. പക്ഷെ ഞാൻ പറയുന്നത് ധോണി ക്യാപ്റ്റൻ ആയതുകൊണ്ട് ചെറിയ സ്കോർ പിടിക്കുന്നതാണ്. ഷംസുന്റെ അഭിപ്രായം എന്താ? ജാസ് എന്ന് പറഞ്ഞേ, ഇന്ന് ചെന്നൈ ജയിക്കുമല്ലേ? ഗനി വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടുള്ള ആളാണ് ഈ കളി. ധോണിയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ച് എന്താ പറയുന്നത്? ധോണി തിരിച്ചു വരും. ധോണി ചെന്നൈ ജയിക്കും. CSK ഫാനാണ്. ധോണി അവസാനിപ്പിക്കാനായില്ലേ? ഓക്കെ. അവസാനിപ്പിക്കാനായിട്ടില്ല. ഒരു കൊല്ലം കൂടി കളിക്കട്ടെ. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യ ഇന്നിങ്സ് അവസാനിക്കുന്നുള്ളൂ. ഇപ്പൊ ഒരു 84, 8 വിക്കറ്റ് പോയി. ആരൊക്കെ 8 ഓവറിൽ നേരത്തെ വേറൊരാള് 8 ഓവറിൽ തീർക്കുന്നതാണ് അഭിപ്രായം. പവർ പ്ലേ കഴിഞ്ഞ 2 ഓവർ കൂടി കഴിഞ്ഞു. ഓക്കെ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം സെക്കൻഡ് ഇന്നിങ്സിനായിട്ട്. എന്തായാലും 100 റൺസിന്റെ ഉള്ളിൽ ചെന്നൈ ഒതുങ്ങുന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഷംസു എന്താ പറയുക? ചെന്നൈ ജയിക്കും. കട്ട CSK ഫാനാണ് കേട്ടോ. 9ാമത്തെ വിക്കറ്റും പോയിരിക്കുകയാണ്. 80 റൺസ്. എന്തായാലും ഇത് 100 റൺസിന്റെ ഉള്ളിൽ ഇനി 15 ബോളുണ്ട്. സൂപ്പർ ക്യാച്ച് വരുൺ ചക്രവർത്തി. വരുൺ ചക്രവർത്തിയുടെ സൂപ്പർ ക്യാച്ചിലാണ് 9ാമത്തെ വിക്കറ്റ് കേട്ടോ. അടിപൊളി, ഒന്നും പറയാല്ല. ഷോട്ട് സർക്കിളിന്റെ പുറത്ത്. മണിയേട്ടന്റെ കമന്ററി സൂപ്പർ ആയിട്ടേ. മിന്നൽ മുബ് ഇവിടെ സൈലന്റ് ആയിട്ട് സൈഡിലിരുന്ന് കാണുന്നുണ്ട്. അന്ന് സെഞ്ചുറി ആയിരുന്നു കേട്ടോ. 39 ബോളില് 113. ഇപ്പോ 18ാമത്തെ ഓവറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 18ാമത്തെ ഓവർ കേട്ടോ. 60 ബോളായില്ല. ഒരു ബൗണ്ടറി വന്നിട്ട് എത്ര നേരത്തെ കാണിച്ചേ? 60 ബോൾ. CSK ഒരു കാലത്ത് IPL സകല ടീമിനും വിറപ്പിച്ച് നിന്ന ടീമാണ്. 60 ബോൾ, അതായത് 10 ഓവറിൽ ഒരു ബൗണ്ടറി നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 18 ഓവർ 84 9 വിക്കറ്റ്, 4.47 ആണ് റൺ റേറ്റ്. ചർച്ചയൊന്നുമില്ല. കൊൽക്കത്ത എത്ര ഓവറിൽ ജയിക്കും എന്നുള്ളത് നോക്കിയാൽ മതി.
എന്നാലും ശിവൻ ദൂബ ഒരു അറ്റത്തുണ്ട്. ഒരു ലാസ്റ്റ് ഒരു 2 അടി അടിച്ചാൽ ശിവൻ ദൂബ 12 ബോള്. എത്ര 5 6 അടിച്ചാ അപ്പൊ ഒരു ഫൈറ്റ് സ്കോർ ആവുന്നാണ് അഫ്സൽ പറയുന്നത്. അങ്ങനെ 11 ഓവറിന് ശേഷം ദൂബ ഒരു ബൗണ്ടറി അടിച്ചിട്ടുണ്ട് ചെന്നൈക്ക് വേണ്ടിയിട്ട്. നല്ല ഷോട്ട് ആയിരുന്നു കേട്ടോ, സ്ട്രൈറ്റ് സൂപ്പർ ഷോട്ട്. 11 ഓവറിന് ശേഷം 4 വന്നിക്കണേ. ഞാൻ മോനെ ഷംസു ഒന്ന് കാലത്ത് പറ്റിയ പരിക്കാട്ടാ, കളിക്കടയിൽ സംഭവിച്ചാണത് ഷംസുവിന്. വിക്കറ്റിൽ എത്രയായി പാർട്ണർഷിപ്പ്? എത്രയായി ലാസ്റ്റ് വിക്കറ്റില്? എത്ര? 12 റൺസ് പാർട്ണർഷിപ്പ്. ഹയസ്റ്റ് നമ്പർ എന്തായാലും ധോണി ക്യാപ്റ്റനായി തിരിച്ചെത്തിയിട്ട് ചെറിയ സ്കോറിന് ഔട്ടായത് ചെന്നൈക്ക് ശക്തമായൊരു തിരിച്ചടിയാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നത് ധോണി ഇത് അവന്റെ തന്ത്രങ്ങളെ കൊണ്ട് പിടിച്ചിടും കൊൽക്കത്തയെ. 89 കേട്ടോ. ലത്തിയ ഒരു അഭിപ്രായം പറഞ്ഞല്ലോ ചെന്നൈ ക്യാപ്റ്റൻ ധോണി എന്താണ്? പൊളിക്കുവോ? ജയിക്കൊന്ന് ചെന്നൈ? കൊൽക്കത്ത. അങ്ങനെ സ്കോറ് 103. ഓക്കെ ഓക്കെ. ദുബൈയുടെ ചെറുത്തുനിൽപ്പാണ് 100 കടത്താൻ CSK വലിയൊരു നാണക്കേടിൽ നിന്ന് ദുബൈയുടെ ഇന്നിങ്സ് രക്ഷപ്പെടുത്തി നടത്താം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. KKRന്റെ ഇന്നിങ്സ് ഉണ്ട്, 8 ഓവറിൽ മറികടക്കുന്നതാണ് പലരും അഭിപ്രായപ്പെട്ടത്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ക്യാപ്റ്റൻ ധോണി വരുന്നതോടെ ചെന്നൈയുടെ തന്ത്രങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കോറിൽ KKRനെ പിടിക്കും. നമുക്ക് നൗഫലിൻ്റെ അഭിപ്രായം. നൗഫൽ ഇത് ലാസ്റ്റ് പറ, നീ ശരിയായ CSK ഫാനാണ്. ധോണിയുടെ തന്ത്രം അപ്പോൾ ഈ സ്കോറിൽ പിടിക്കില്ലേ KKRനെ? ഫൈറ്റ് ഉണ്ടാവും. യെസ്, കാത്തിരിക്കാം. മാക്സിമം ഒരു ഇതൊന്ന് 9 ഓവറിൽ കളി എന്നേക്കുമായി കളി ചെന്നൈയുടെ കളി അല്ലെങ്കിൽ ചെന്നൈയുടെ പരിപാടി നിർത്തും എന്നാണ് നൗഫൽ പറഞ്ഞത്. അവൻ കളി നിർത്തും നമ്മൾ പറഞ്ഞില്ല. അവൻ അങ്ങനെ ഉദ്ദേശം എനിക്കറിയില്ല. അങ്ങനെ നിർത്താൻ നമ്മൾ സമ്മതിക്കില്ല. ഫാൻസ് മെമ്പർഷിപ്പ് രാജിവെക്കും അങ്ങനെ നമ്മൾ പറഞ്ഞോളൂ. കളി നിർത്താനൊന്നും പറയില്ല.